ഹായ് ഫ്രണ്ട്സ്, അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10 കിലോ വാട്ട് സോളാർ പാനൽ വീടിന് മുകളിൽ ഷീറ്റിട്ട റൂഫിന് മുകളിൽ എങ്ങനെയാണ് സ്ഥാപിക്കുക എന്നുള്ള രീതിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും, ഷീറ്റിന് മുകളിൽ എങ്ങനെയാണ് സോളാർ പാനൽ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സോളാർ പാനലൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളെ വീടിൻ്റെ റൂഫ് ഷീറ്റാണെങ്കിലും ഓടാണെങ്കിലും സ്ലാബ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ MNRE സബ്സിഡി സ്കീമിൽ നമ്മൾ സോളാർ പാനൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഏത് വിധത്തിലുള്ള സ്ട്രക്ചറുകളാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പല ആളുകളും നമ്മോട് ചോദിച്ചിരുന്നു, ഷീറ്റിൻ്റെ മുകളിലൊക്കെ ചെയ്താൽ ലീക്ക് വരില്ലേ, അതായത് വെള്ളം താഴേക്ക് വരില്ലേ എന്നുള്ള പലതരം സംശയങ്ങൾ നമ്മോട് ചോദിക്കലുണ്ട്. അപ്പോൾ അതൊന്നും ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പൈപ്പുകളൊക്കെ പെയിൻ്റ് അടിച്ചിട്ട്, പിന്നെ നമ്മൾ എടുക്കുന്ന പൈപ്പുകളൊക്കെ ടാറ്റ GI പൈപ്പുകളാട്ടോ. പൈപ്പുകളൊക്കെ പെയിൻ്റ് അടിച്ച് ഫുള്ള് ജോയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഷീറ്റിന് മുകളിലൊന്നും തട്ടാതെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ചില പ്ലാന്റുകളൊക്കെ നമ്മൾ കണ്ടുകണ് ഷീറ്റൊക്കെ ഹോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു കാല് കയറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഷീറ്റൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീറ്റിൻ്റെ താഴെ കൗക്കോല് 2 ഭാഗം കുറച്ച് നീട്ടിയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഷീറ്റിൻ്റെ താഴെ വരുന്ന കൗക്കോല് നീട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കാല് കൊടുത്തിട്ട് ഷീറ്റിൻ്റെ മുകളിലൂടെ ഒരു പൈപ്പ് ഈ തല തൊട്ട് ആ തല വരെ വിടുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാന്റിന് ആവശ്യമായ കാലുകളൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തികച്ചും കാണാൻ പറ്റും. 2 സൈഡും കണ്ടോ അധികം ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കൂടി ഒരു പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ കാലുകളൊക്കെ കൊടുക്കുന്നത്. ഷീറ്റ് ഹോൾസ് ആക്കരുത് എന്നുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഷീറ്റൊക്കെ 15 വർഷം 20 വർഷമൊക്കെ വാറൻറ്റിയും ഗ്യാരൻറ്റിയൊക്കെ ഉള്ള ഷീറ്റുകളായിരിക്കും. നമ്മൾ ഹോൾസ് ആക്കി കഴിഞ്ഞാൽ അതിനൊന്നും ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് പരമാവധി ഷീറ്റൊന്നും ഹോൾസ് ആക്കാതെ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ കൂടുതൽ ജനറേഷൻ കിട്ടുന്ന സൈഡ് നോക്കിയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കാലുകളൊക്കെ കൊടുക്കുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് വീടിൻ്റെ ഷോ പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പ്ലാനിൻ്റെ ചെരിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുക. ഈ ഇതിൽ നമ്മൾ ചെയ്തത് കാണാം, കാലുകളൊക്കെ അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട്, എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് കാണുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.